മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്നു നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായ യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അതുല്യ, ഇതെൻ്റെ അമ്മ സീമ. ഞങ്ങൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 8/7/2024 ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് മാതാവിനെ അറിയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്താണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല, ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം. അതിലും താഴെയാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. എനിക്ക് പഠിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എഴുതിയെടുക്കാം അങ്ങനെ ഒരു ചിന്തയായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ മാതാവിനെ അറിയുന്നത്, കൃപാസനത്തിലെ മാതാവിനെ അറിയുന്നത്. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും അമ്മയും എപ്പോഴും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളൊരു അക്രൈസ്തവരാണ്, എങ്കിലും ഞങ്ങൾക്ക് മാതാവിനെ ഈശോയും വളരെയധികം വിശ്വാസമായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സമയമൊന്നും എനിക്കറിയില്ല. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് 4th ഇയർ വരെ എന്നെ അമ്മ മാതാവ് ഫസ്റ്റ് ക്ലാസ്സിലൂടെയാണ് പാസ്സാക്കിയത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവ് എന്നെ ഉയർത്തിയതാണ്. ഞാനല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു 4th ഇയറിൽ ഫസ്റ്റ് ക്ലാസ് എല്ലായിടത്തും ഫസ്റ്റ് ക്ലാസ്സോടെ അമ്മ പിന്നെ എനിക്കൊരു തോൽവി തന്നിട്ടില്ല എവിടെ. അത് കഴിഞ്ഞ് എൻ്റെ 4th ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ആദ്യമാണ് ഞാനിവിടെ വരുന്നത്. 2023 ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് വരുന്നത്. അന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് പോകാം ഓർത്താണ് വന്നത്. എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ വന്നേരം ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഓർത്തു എവിടെയെങ്കിലും ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് കയറാമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയിട്ട് വിദേശത്ത് പോകണം എന്നൊരു ചിന്തയായി എനിക്ക്. അപ്പം ഞാൻ OET പഠിക്കാൻ തീരുമാനിച്ചിട്ട് അന്നേരം ഞാൻ ഓർത്തെന്നാൽ എനിക്ക് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് OETക്ക് ചേരാമെന്ന് കരുതി ഞാൻ ഉടമ്പടി എടുത്തു, OETക്ക് ചേർന്നു. എനിക്ക് ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്നിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്പീക്കിങ്ങിനൊക്കെ പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉള്ളത്. പക്ഷേ OET ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് OET എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷേ അതിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് സ്കോറില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നിരാശയായി. പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കാമെന്ന് വെച്ചു. OET വേണ്ട, എല്ലാവരും എൻ്റെ അടുത്ത് OET ഇനി എഴുതെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സൗത്തിക്ക് പോകണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ഏജൻസിയിൽ ഞാൻ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്കൊരു പ്രതീക്ഷയില്ല, കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു രീതിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കയറിയത്. അപ്പം അതിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് വന്നത് തന്നെ നല്ലൊരു ഇൻ്റർവ്യൂവർ ആയിരുന്നു. മാതാവിനെ പോലെ ഒരാളായിരുന്നു, നല്ലൊരാൾ, ചിരിച്ച മുഖത്തോടെയായിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എൻ്റെ അടുത്ത് അവർ ചോദിച്ചത്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ പറയാൻ പറ്റി. എങ്കിലും എനിക്ക് എൻ്റെ കഴിവ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, കിട്ടിയാൽ കിട്ടട്ടെ മാതാവേ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരായിരുന്നു അറ്റൻഡ് ചെയ്തത്. ആ അറ്റൻഡ് ചെയ്തതിൽ ആദ്യം അമ്മ മാതാവ് എനിക്കാണ് ഓഫർ ലെറ്റർ തന്നത്. അപ്പം ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ തന്നു, എനിക്കിനി എല്ലാം പെട്ടെന്ന് നടക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നു, സന്തോഷിച്ചു. ആദ്യം ഓഫർ ലെറ്റർ കിട്ടിയ എനിക്ക് എല്ലാം ഡിലേ ആയിരുന്നു. ഒരു കാര്യം പോലും എനിക്ക് നേരത്തെ നടന്ന് കിട്ടിയില്ല. എന്നിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെയധികം ഡിലേ ആയിരുന്നു. സൗദിക്ക് പോകുന്നവർക്കറിയാം, ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഡേറ്റ ഫ്ലോയിലായിരുന്നു എനിക്ക് ആദ്യമേ തടസ്സം. ആ തടസ്സം ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള തടസ്സമായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 1 മാസം അല്ല അതിന് താഴെ കംപ്ലീറ്റ് ആവേണ്ട ഡേറ്റ ഫ്ലോ ആണ് എനിക്ക് കംപ്ലീറ്റ് ആയത്. 2 മാസം എടുത്താണ് എനിക്ക് ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയത്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ശനിയാഴ്ച ദിവസം കൂടാതെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം ഒരുപാട് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ വചനം എടുത്താലും മാതാവ് എനിക്ക് ഉത്തരം തരാറുണ്ട് അതിലൂടെ. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ
എൻ്റെ ഡേറ്റാ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഡേറ്റാ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടി. എങ്കിലും അത് കിട്ടിയെങ്കിലും എല്ലാം ഏറ്റവും അവസാനമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എലിജിബിലിറ്റി കഴിഞ്ഞാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എലിജിബിലിറ്റിയും എനിക്ക് ലേറ്റ് ആയിട്ട് തന്നെയാണ് അതെല്ലാം കംപ്ലീറ്റ് ആയത്. ഞാൻ എക്സാം എനിക്ക് ആഗ്രഹിച്ച ഒരു ഡേറ്റിൽ തന്നെ കിട്ടി. സെപ്റ്റംബർ 17 ഞാൻ എക്സാം എഴുതിയത്. അതും ചെന്നൈയിൽ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. ചെന്നൈയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അവിടെ ഞാൻ പോയി ഉടമ്പടി തൈലവും കാശ് രൂപം എല്ലാം ഉപ്പും എല്ലാം കൊണ്ടാണ് ഞാൻ അന്നേരം എക്സാം എഴുതാൻ പോയത്. സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് എക്സാം ഹാളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള മാഡംസ് എല്ലാം ഗ്രേ കളറായിരുന്നു അവരുടെ യൂണിഫോം. അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടാണ് എക്സാം ഹാളിൽ കയറിയത്. സിസ്റ്റത്തിൻ്റെ താഴെ ടേബിളിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സിസ്റ്റം തുറന്നു. എക്സാം തുടങ്ങി. ഞാൻ എക്സാം ഓരോന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായി തുടങ്ങി. ഞാൻ നോക്കിയ ടോപ്പിക്കൊന്നും വരുന്നില്ല. വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പ്രയോറിറ്റി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിലൊന്നും നമുക്ക് ഏതാണെന്നറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ പിന്നെ പരീക്ഷിക്കുവാണോ, എനിക്കുള്ളതാണ് എനിക്കിത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പെട്ടെന്ന് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലോസ് ആയി പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, നീ ഇത് ചൂസ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ഞാൻ എക്സാം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നെ വിശ്വാസം പിന്നെയും പോയി. എനിക്ക് പിന്നെ വിഷമം വരാൻ തുടങ്ങി. മാതാവ് എനിക്ക് എക്സാം പാടായിരുന്നല്ലോ, ഞാൻ പാസ്സാകുകയല്ല, എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ വരെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടല്ലല്ലോ മാതാവല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ എനിക്കൊരു പരാജയം തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചെന്നൈയിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന ആ ട്രെയിനിൽ ഒരു പകുതിയോളം ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നീ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, മാതാവ് നിനക്ക് എല്ലാം തരുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിന്നെ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൊന്നും ഞാൻ മുടക്കം വരുത്തിയില്ല. എപ്പോഴേലും മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. സാധാരണ സെപ്റ്റംബർ 17 ഞാൻ എക്സാം എഴുതിയത്. സാധാരണ മന്ത് എൻഡിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ടെൻഷനുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനെന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കാതെ എനിക്ക് കിട്ടുവാണേലും അല്ലെങ്കിൽ നേരത്തെ തരണമെന്ന് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും മന്ത് എൻഡ് വരുന്ന റിസൾട്ട് എനിക്ക് സെപ്റ്റംബർ 24 വന്നു. അത് സമയ ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏറ്റവും അവസാനം വരേണ്ട റിസൾട്ടാണ്, ഏറ്റവും അവസാനത്തിൽ വരേണ്ട റിസൾട്ട് എനിക്ക് മാതാവ് ഒത്തിരി ടെൻഷൻ അടിപ്പിക്കാതെ സെപ്റ്റംബർ 24 വന്നു. അത് ഞാൻ റിസൾട്ട് മാതാവിന് മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത്. ഞാനത് നോക്കിയപ്പം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കൂടെ എഴുതിയ എല്ലാവരിലും വെച്ച് ഏറ്റവും മാർക്ക് കൂടുതൽ എനിക്കായിരുന്നു. അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലൊരു എക്സാം ആയിരുന്നു അത്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ അന്ന് ഒരുപാട് ഞാൻ കരഞ്ഞു. മാതാവിനോടുള്ള നന്ദിയായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് മെഡിക്കലായിരുന്നു. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എടുക്കേണ്ട മെഡിക്കൽ കിട്ടുമല്ലെന്ന് കരുതി ഞാൻ മലപ്പുറം പോയി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു പോകാൻ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്ത് തന്നെ എന്തായാലും പോകാമെന്ന് കരുതി മലപ്പുറം പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, മലപ്പുറത്താണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് എന്തായാലും ഫിറ്റായി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ചെസ്റ്റ് എക്സ്റേക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അത് ഫിറ്റല്ല, റിപ്പീറ്റ് പറഞ്ഞു അവിടെ. അന്നേരം ഞാൻ ഒരുപാട് കരഞ്ഞു, മാതാവേ ഞാൻ ഇവിടെ വരെ വന്നതല്ലേ മാതാവേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്, എന്നിട്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായി പോയല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒത്തിരി സമയമൊന്നുമില്ല, ഇപ്പം തന്നെ ഓൾറെഡി കുറേ ഡിലേ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് ക്യാൻസലാക്കിയിട്ട് വേറെ ഇൻ്റർവ്യൂവിൽ വേറെ എടുക്കണമെന്ന് പറഞ്ഞു, വേറെ സെൻറ്ററിൽ എടുക്കണമെന്ന് പറഞ്ഞു മെഡിക്കൽ. എന്നിട്ട് ഒരു മെഡിക്കൽ എടുക്കണമെങ്കിൽ 8000 സംതിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആ പൈസ ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, എന്തായാലും ഇവിടെ വരെ മാതാവ് എന്നെ എത്തിച്ചു, അതുകൊണ്ട് ഒന്നും കൂടെ എനിക്ക് ഒരു മെഡിക്കലും കൂടെ എടുക്കാം എന്ന് കരുതി ഞാനത് ക്യാൻസലാക്കിയിട്ട് എല്ലാം പുത്തനായിട്ട് ഒരു മെഡിക്കലും കൂടെ എടുത്തു. അതും മലപ്പുറം തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഇതിപ്പോൾ അൺഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ ചെന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും കേട്ടുകൊണ്ടിരുന്നു.
ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ചെസ്റ്റ് എക്സ്റേ എൻ്റെ ആയിരിക്കല്ലേ, മാതാവിൻ്റെ ആയിരിക്കണേ എടുക്കണേ, എൻ്റെ ആകല്ലേ, എൻ്റെ ആണെങ്കിൽ എനിക്കിത് കിട്ടൂല, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ രക്തമാവല്ലേ അവിടെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്നിട്ട് എപ്പോഴും താമസിച്ചാണ് റിസൾട്ട് വരാറുള്ളത്. അന്നത്തെ ദിവസം എൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മെഡിക്കൽ ഫിറ്റാണ്. അതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു പിന്നെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും താമസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മാതാവിൻ്റെ ഒരു അത്ഭുതം അല്ലെ ഒരു സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കഴിഞ്ഞു പിന്നെ അടുത്തത് വിസയ്ക്കാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. മെഡിക്കൽ 2 മാസമുള്ളൂ മെഡിക്കലിൻ്റെ വാലിഡിറ്റി. അപ്പം അതിനുള്ളിൽ വിസ വരണം. എനിക്ക് മാത്രം വിസ വരുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എൻ്റെ മെഡിക്കൽ എക്സ്പയറായി. എനിക്കിനി വേറെ വഴിയൊന്നുമില്ല. ഞാൻ ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ ഏജൻസിക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിസ കൊടുക്കുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് നടക്കും, എനിക്ക് പെട്ടെന്ന് പോകാമെന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു. പ്രാർത്ഥിച്ചു, ഇതേ അപ്പം തന്നെ കിട്ടും, അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കൂട്ടാൻ തുടങ്ങി, ഉപവാസം കൂട്ടാൻ തുടങ്ങി. പറയുന്ന പോലെ പത്രങ്ങളൊക്കെ ആദ്യം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. അതെല്ലാം എനിക്ക് തന്നെ മാറി. ആ മടിയൊക്കെ തന്നെ മാറി. ഞാൻ തന്നെ സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് റീമെഡിക്കൽ പിന്നെ വന്നു, ഡേറ്റ് വന്നു. ആ മെഡിക്കൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഫിറ്റായി. എൻ്റെ വിസയ്ക്ക് പിന്നെ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ടിന് വിസ വന്നു, എന്നിട്ടും എനിക്ക് വിസ വരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എടുക്കാത്ത എല്ലാവർക്കും ഇതേ എല്ലാം കിട്ടുന്നു, എനിക്ക് മാത്രം എന്നാ മാതാവേ ഒന്നും കിട്ടാത്തേ, അമ്മ മാതാവിന് എന്നെ ഇഷ്ടമില്ലേ, അമ്മ മാതാവിൻ്റെ മകളല്ലേ ഞാനെന്ന് ചോദിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ്. ഞാൻ അമ്മയുടെ മകളല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ മാതാവിനോട് സംസാരിക്കാറുള്ളൂ. എന്നിട്ട് അപ്പോഴൊന്നും എനിക്ക് അടയാളങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ വചനം എടുത്തപ്പോഴാണേലും എനിക്കൊന്നും മനസ്സിനൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, കൃപാസനത്തിൽ പോയിട്ട് ഇത്ര നീ പ്രാർത്ഥിച്ചു, നീ എന്തോരം പ്രാർത്ഥിക്കുന്ന കൊച്ചാ, നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഒന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ മാതാവിനെ മാത്രം, ജീവനുള്ള ഈശോയിൽ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ വിശ്വസിക്കുന്നു, അമ്മ മാതാവിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിഷമം വരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരി 2 എൻ്റെ വിസ എനിക്ക് വന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വിസ എനിക്ക് വരുമെന്ന്. ഫെബ്രുവരി 2 എനിക്ക് വിസ വരില്ല എന്ന് കരുതി ഞാൻ ഫെബ്രുവരി 2 ഞാൻ വേറൊരു ഏജൻസിയിൽ ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഫെബ്രുവരി തലേദിവസം ഫെബ്രുവരി 1 മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്കായിട്ട് ഇത് വെച്ചേക്കുന്നതാണെങ്കിൽ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരരുത്, എനിക്കിത് തരണം. 1 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ. ആ 1 മണിക്ക് മുമ്പ് അമ്മ മാതാവ് എനിക്കൊരു അടയാളം തന്ന് എൻ്റെ ടിക്കറ്റിൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2 ഒരു 12:15 ആയപ്പോഴത്തേക്കും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതുലയുടെ വിസ വന്നിട്ടുണ്ട്, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞത്. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനോട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എല്ലാം തടസ്സമാണ്, എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ടിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും ടിക്കറ്റ് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നു ടിക്കറ്റ്, എന്നിട്ടും എനിക്ക് വരുന്നില്ല. അവർക്കൊക്കെ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് വരുന്ന ടിക്കറ്റ് എനിക്ക് 7 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, എന്നിട്ടും 15 ദിവസം കഴിഞ്ഞു, ടിക്കറ്റ് വരുന്നില്ല. ഞാൻ ഏജൻസിക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന് വരും, നാളെ വരും എന്ന് പറയും. എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കും, കൊച്ചേ നീ പഠിച്ചിറങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണോ, നിനക്കൊന്നും ആയില്ലേ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, കരഞ്ഞ് ഒരുപാട് രാത്രികളുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയിട്ടില്ല. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, പഠിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ, ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചത്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ജീവിക്കുന്നത് എന്തൊരു ജീവിതം, അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നില്ല എന്നൊക്കെ വരെ പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഒരു അമ്മയോടെന്ന് പറയുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ടിക്കറ്റ് ഉടനെ വരും, 12-ാം തീയതിക്കത്തേക്കൊക്കെ വരും, നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഏജൻസിയിൽ ഒരു വിശ്വാസമില്ല, കാരണം 1.5 വർഷമായിട്ട് ഇവർ ഇത് തന്നെയാണ് പറയുന്നത്.
ഒരാൾ സൗദിക്ക് പോകാൻ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 6 മാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്തത് 1.5 വർഷമാണ് എൻ്റെ സൗദിക്ക് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അവിടെയെല്ലാം എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. എനിക്ക് ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എപ്പോഴേലും എനിക്കത് സാധിച്ചു കിട്ടും, അത് നല്ലതിനായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുക എനിക്ക് പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയോ ഒരു സാക്ഷ്യം കണ്ടപ്പം 1000 മണി ജപമാല എൻ്റെ മനസ്സിൽ വന്നു. അന്നേരം തൊട്ട് എനിക്ക് 1000 മണി ജപമാല ചെല്ലണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല 1000 മണി ജപമാല എനിക്കറിയാം, പക്ഷേ 1000 മണി ജപമാല എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി അത് പഠിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 9 ദിവസം ചെല്ലും 1000 മണി ജപമാല. അതിനുള്ളിൽ എനിക്കൊരു അടയാളം, എൻ്റെ ടിക്കറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ടിക്കറ്റിനൊരു അടയാളം എനിക്ക് തരണം മാതാവെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്നത്തെ ദിവസം, അതായത് 1000 മണി ജപമാല ചെല്ലുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നോയമ്പെടുത്തിട്ടായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. അത്ര വിശുദ്ധിയോടെ ചെല്ലണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഈശോയുടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈശോയുടെ എഴുന്നേൽപ്പ് മാസമാണിത്, ഏപ്രിൽ 5 ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റിനൊരു അടയാളം, എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 1.5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പേര് കരയുന്നു, എൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല ആരും. ഞാൻ 1.5 വർഷമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി ഏപ്രിൽ 14-ാം തീയതി കഴിയും. അതിന് മുമ്പ് അമ്മ മാതാവ് എനിക്കിത് തന്നില്ല എങ്കിൽ ഞാൻ മാതാവിനോട് ഇനി ഇതിനെപ്പറ്റി പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്കിതുള്ളതല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല മാതാവേ, ഞാൻ ഇനി ഉടമ്പടിയിൽ അമ്മയുടെ കൂടെ നിൽക്കേണ്ട എന്ന് അമ്മയുടെ തീരുമാനമെങ്കിൽ എനിക്കത് മനസ്സിലാക്കി ഏപ്രിൽ 14-ന് മുമ്പ് എൻ്റെ ടിക്കറ്റ് വന്നില്ല എങ്കിൽ പിന്നെ മാതാവിനെ ഞാൻ ശല്യപ്പെടുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 1000 മണി ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരടയാളം ഇന്ന് തരണേ. അന്നൊന്നും എനിക്ക് തന്നില്ല. 5-ാമത്തെ പ്രാവശ്യം ചൊല്ലി 6, 7 ഒക്കെ ആയി. അത് കഴിയുമ്പോഴത്തേക്ക് ഈസ്റ്റർ ഏപ്രിൽ 5. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കൊരു സമ്മാനമായിട്ട് തരുന്നില്ല എൻ്റെ ടിക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എനിക്കൊന്നും നടന്നില്ല. ഈ എല്ലാ സങ്കടങ്ങളും എനിക്ക് തന്നെങ്കിൽ പോലും മാതാവ് എനിക്ക് വേണ്ടി നല്ലത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി ആയപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഒന്നും വന്നില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഫോണിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഫോൺ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അതുല്യയുടെ ടിക്കറ്റ് വന്നു, ഏപ്രിൽ 14 അതുല്യയുടെ ഡേറ്റ്, 14 പോകേണ്ടത്. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഏപ്രിൽ 14 മുമ്പ് അമ്മയുടെ സന്നിധിയിൽ എൻ്റെ ടിക്കറ്റും കൊണ്ട് എനിക്ക് വരാൻ പറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അടയാളത്താൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഏപ്രിൽ 14-ാം തീയതി തന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഞാൻ മാതാവിനോട് ചോദിച്ചതുപോലെ ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് ഏപ്രിൽ 5-ന് തന്നെയാണ് എൻ്റെ ടിക്കറ്റ് എനിക്ക് ഇഷ്യൂ ചെയ്തത്. മാതാവിനോട് ഞാൻ ചോദിച്ച ഏതൊക്കെ ഡേറ്റാണോ ആ ഡേറ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് തന്നത്. ഏപ്രിൽ 5 എൻ്റെ ഈസ്റ്റർ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഏപ്രിൽ 14 എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് ടിക്കറ്റ് തന്ന് ആ ടിക്കറ്റും കൊണ്ട് എനിക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഇതിന് വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. ഇതിൽ കൂടുതൽ എന്ത് നന്മ എന്ത് വലുത് എനിക്ക് വന്നാലും അമ്മ മാതാവ് ഈ തന്നതിൻ്റെ അത്രയും ഒരിക്കലും വരത്തില്ല. അത് നേരത്തെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ മാർച്ച് 1-ന് എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ടിക്കറ്റ് വന്നു. അപ്പം എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കെന്താ ടിക്കറ്റ് വരാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് വന്നല്ലോ, അപ്പോൾ എനിക്കിനി പോകാൻ പറ്റത്തില്ലേ എന്ന് മാതാവിനോട് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ യുദ്ധം വന്നത്. ആ മാർച്ച് 1-ാം തീയതി പോകാനിരുന്നവരുടെ എല്ലാവരുടെയും ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ ഉടമ്പടി എടുത്ത ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ടിക്കറ്റ് മാർച്ച് 1-ന് വന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമായിരുന്നെങ്കിൽ ആ സാക്ഷ്യത്തിന് ഒരു വിലയില്ലെന്നായി പോയേനെ. അതുകൊണ്ട് മാതാവ് എന്നെ ആ സമയത്ത് എനിക്ക് ടിക്കറ്റ് തന്നില്ല. മനഃപൂർവ്വം മാതാവ് എനിക്ക് തരാത്തതാണ്. എനിക്ക് നല്ലൊരു ഡേറ്റിൽ തന്നെ മാതാവ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏപ്രിൽ 14-ന് എനിക്ക് തന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം. പിന്നെ ഞാൻ പോകുന്നത് സൗദിക്കാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ പല ബ്രാഞ്ചുണ്ട്, ദമാം, റിയാദ്. ദമാമിലൊക്കെ ഭയങ്കര തിരക്കുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് വലിയ ആഗ്രഹിച്ചെന്ന് ചോദിച്ചല്ല, ചുമ്മാ ചോദിച്ചു, മാതാവേ എനിക്ക് ദമാം വേണമെന്നില്ല, പിന്നെ മാതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് തന്നേരം, എനിക്ക് റിയാദാണ് താല്പര്യം എന്ന് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ നോക്കി, എനിക്ക് റിയാദ് തന്നെയാണ് കിട്ടിയേക്കുന്നത്, ദമാമിലല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി എനിക്ക് ഈ അനുഗ്രഹം തന്ന്. പിന്നെ എനിക്ക് പറയാനുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചാണ്, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെയാണ് അത് കണ്ടുപിടിച്ചത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് അവർ പറഞ്ഞത് അത് നമുക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കത് ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസത്തിലാണ് ഞങ്ങൾക്ക്
ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയത് 2:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചു. അങ്ങനെ റിപ്പോർട്ട് വന്നു, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നോർമലായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ 14 വർഷമായിട്ട് അമ്മയുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിന് മണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് 14 വർഷമായിട്ട് ആയതുകൊണ്ട് തന്നെ അവർ വലുതായതുകൊണ്ട് അവർ പറഞ്ഞു ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്കത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അന്നും ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ തൈലം കൊണ്ട് ഉപ്പും കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ റിസൾട്ട് വന്നു. ആ റിസൾട്ടിലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ചെസ്റ്റിൽ ഒരു തടിപ്പ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ വന്നു, എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്കൊരു ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് എന്തായാലും ഒരു USG ചെയ്ത് നോക്കാം. USG ചെയ്ത് നോക്കി. ആ റിപ്പോർട്ടിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയ സൗഖ്യമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിലും ഒരു തടിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഈ സമയത്തിലൂടെ വന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം എനിക്ക് രോഗസൗഖ്യം മാതാവ് തന്നു. ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ അസുഖങ്ങളും എല്ലാം എന്തൊക്കെ വന്നാലും ആ അസുഖങ്ങൾക്കെല്ലാം ഒരു മരുന്നിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഉടമ്പടി വസ്തുക്കളാണ്. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹം, അമ്മ മാതാവിലൂടെ എന്ന് ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. എന്നും ഈ ഉടമ്പടിയിൽ ജീവിച്ച് അമ്മയുടെ മകളായി മുമ്പോട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് പത്രം കൊടുക്കുക. ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു. പിന്നെ മാതാവിനോട് അടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ മടിയെല്ലാം മാറി. ഞങ്ങൾ പള്ളിയിൽ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും, വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ ആ കൂടത്തിൽ തന്നെ ചോറും പൊതി ഞങ്ങൾ കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ആൾക്കാരെ പോയി കാണുക, അവരോട് മിണ്ടുക, പിന്നെ അവർക്ക് ചോറ് പൊതിയൊക്കെ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുഞ്ഞുമക്കളെയും അവിടെയുള്ള പ്രായമായവരെയും കാണുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ 1 മുടങ്ങാതെ പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ വചനം ഒരുപാട് ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വചനം വായിക്കാൻ വളരെയധികം എനിക്കിഷ്ടമാണത്. ഞാൻ ഇഷ്ടത്തോടെയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 5, 6 ജപമാലയൊക്കെ ഞാൻ എന്നും തന്നെ ചെല്ലാറുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.